ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റിവൈസ്ഡ് സ്റ്റിച്ചിങ് ചാർജ് 2026 റിവൈസ്ഡ് സ്റ്റിച്ചിങ് ചാർജിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് കമൻറ്റ് ഈ ചാർജിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ചാർജസിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ചാർജസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ 2026 ആയപ്പോഴത്തേക്കുള്ള ലിവിങ് എക്സ്പെൻസ് എത്രയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും നല്ല ധാരണയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് ചാർജും നിങ്ങൾ കമ്പയർ ചെയ്യുക, കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. അങ്ങനെ കുറേ ആളുകൾക്കെങ്കിലും ഉള്ളൊരു പ്രശ്നമാണ് സ്റ്റിച്ചിങ് ചാർജ് പറയുമ്പോൾ മുഖം ചുളിയുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് കേട്ടോ അത് മുന്നേ കൂട്ടി പറയണേ. അപ്പോൾ ഈ ഒരു സെനാരിയോയിൽ, അതായത് ഇപ്പോഴത്തെ ഒരു ലിവിങ് എക്സ്പെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വില്ലേജ് ഏരിയയിലാണെങ്കിലും ടൗൺ ഏരിയയിലാണെങ്കിലും നമുക്ക് ഒരു മിനിമം സ്റ്റിച്ചിങ് ചാർജ് എന്തായാലും നമ്മുടെ എഫേർട്ടിനെ കിട്ടണം. ഹ്യൂമൻ എഫേർട്ടാണ്, നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു ചുരിദാർ, ലൈനിങ് ഇല്ലാത്ത ഒരു സ്ലിറ്റഡ് ടോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ എത്ര വില്ലേജ് ഏരിയ ആണെങ്കിലും എത്ര ടൗൺ ഏരിയ ആണെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ നിസ്സംശയം വാങ്ങാവുന്നതാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ഞാൻ താഴെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 300 രൂപ എന്നുള്ളത് ഒരു ഹ്യൂജ് മണിയല്ല. അത് നമ്മളെടുക്കുന്ന ആ ഒരു എഫേർട്ടിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക, അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ചാർജാണ്. ഒരു 300 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് അല്ല. അതേപോലെ തന്നെ ഒരു ഓൾട്ടറേഷന് ഒരാൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ മിനിമം 50 രൂപ ചാർജ് ചെയ്യാം. നിങ്ങൾ ഷോപ്പൊക്കെ ഇട്ട് വലിയ ബുട്ടീക്കൊക്കെ ആണ് നിങ്ങൾ റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആംബിയൻസിന് നിങ്ങളുടെ റെൻറ്റ്, അതുപോലെ ലേബർ കോസ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ മീതെ ആഡ് ഓൺ ആയിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഞാനിപ്പോൾ അങ്ങനെ ബുട്ടിക്കിൻ്റെ ചാർജസിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളിപ്പോൾ വീട്ടിലിരുന്നിട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തെറ്റില്ലാത്ത, നമുക്കും നഷ്ടമില്ലാത്ത, സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നവർക്കും നഷ്ടമില്ലാത്ത രീതിയിലുള്ള ചാർജസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെൻ്റെ ഒപ്പീനിയനാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ നമ്മളെടുക്കുന്ന എഫേർട്ടിന് ഡിസേർവിങ് ആയിട്ടുള്ള ചാർജ് തന്നെ മേടിക്കുക. അവരെന്ത് വിചാരിക്കും, അവരെങ്ങനെ ഇത് കൂടുതലാണെന്ന് വിചാരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ തന്നെ ഡീവാല്യൂ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും നമ്മളും ഗ്രോ ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല. നമ്മളിപ്പോൾ ഇന്നൊരു ചാർജ് മേടിച്ചു, അത് കഴിഞ്ഞ് നാളെ നമുക്കത് പെട്ടെന്ന് കൂട്ടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഗ്രാജുവലി മാത്രമാണ് നമുക്ക് ചാർജസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ചാർജ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമ്മളെടുക്കുന്ന എഫേർട്ട്, സമയം, പിന്നെ അതിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ചിട്ടുള്ള ചാർജ് നിങ്ങൾ തീരുമാനിക്കുക. അതാണ് ഒരു കാര്യം. പിന്നെ കസ്റ്റമറെ നമ്മൾ ഹാപ്പി ആയിട്ട് വയ്ക്കുക. നമ്മളൊരു സാധനം വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാം, അല്ലെങ്കിൽ നമ്മളത് മേക്കപ്പ് ചെയ്ത് തരും എന്നുള്ള ഒരു അഷുറൻസ് അവർക്ക് കൊടുക്കുക. പ്രീമിയം കസ്റ്റമേഴ്സിനെ എപ്പോഴും എന്താ പറയുക, നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അവരാണ് നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ്ങിനെ കുറിച്ച് അവരുടെ ഫ്രണ്ട്സിനോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് അവർ ത്രൂ ആയിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ടാവുക. ബാർഗെയിനിങ് ഒക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ ആ കസ്റ്റമേഴ്സിനെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യാനായിട്ടില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയവും നമ്മുടെ എനർജിയും നമ്മൾ ആ ചെയ്ത വർക്കിലുള്ള സന്തോഷവും എല്ലാം ഡ്രെയിൻ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ബുദ്ധിപരമായി ഇമോഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യാതെ കുറച്ചും കൂടി പ്രാക്ടിക്കലി ഡീൽ ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് വഴക്കുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അറോഗൻ്റായിട്ട് സംസാരിക്കണമെന്നോ അല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കുക. എപ്പോഴും ചാർജിനെ കുറിച്ച് ആദ്യമേ ഡിസ്ക്ലോസ് ചെയ്യുക. അവർ തന്നിട്ടുള്ളതിൽ ലൈനിങ് ഉണ്ടോ, അല്ലെങ്കിൽ ലൈനിങ് നമ്മൾ എടുക്കേണ്ടി വരുമോ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആ ലൈനിങ് നിങ്ങൾക്ക് കടയിൽ എത്ര രൂപയ്ക്കാണോ കിട്ടിയത് ആ ചാർജ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ നമ്മൾ ആ ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ട്രാവൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട്. നമ്മളത് എടുക്കാൻ പോയൊരു സമയമുണ്ട് നമ്മുടെ. അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 10-20 രൂപ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും,
കോസ്റ്റ്ലി ആണ്, പക്ഷെ അതിനുള്ളതുണ്ട് എന്നുള്ളത് അതിലേക്ക് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ വർക്ക് അത്ര കോസ്റ്റ്ലി ആക്കിയിട്ട് വരിക, അതായത് സംഗതി എക്സ്പെൻസീവ് ആക്കി വെക്കാതെ എപ്പോഴും കോസ്റ്റ്ലി ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. കോസ്റ്റ്ലിയും എക്സ്പെൻസീവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കും. എന്നാലും ഞാൻ പറയുന്നത്, കോസ്റ്റ്ലി ഒരു സംഗതി നമ്മൾ കോസ്റ്റ്ലി ആണ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹ്യൂമൻ എഫേർട്ടും മാൻ എഫേർട്ടും ടൈമും ഒക്കെ വരുന്ന സമയത്താണ് അത് കോസ്റ്റ്ലി ആയൊരു സംഗതിയാണെന്ന് പറയും. എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള സംഗതികൾക്കാണ് നമ്മൾ എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. ലൈക്ക് ഒരു ഫോൺ അല്ലെങ്കിൽ മോഹവില എന്നൊക്കെ പറയില്ലേ, ആ ഒരു സൈഡാണ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി അല്ലെങ്കിൽ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള സംഗതികൾ, കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള സംഗതികൾ, അതൊക്കെ കോസ്റ്റ്ലിയുടെ അണ്ടറിലാണ് വരിക. അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ ആ കോസ്റ്റ്ലി കാറ്റഗറിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അത് കുറ്റമറ്റതായിരിക്കണം, ഒരാൾക്കൊരു തെറ്റ് പറയാനായിട്ട് ഉണ്ടാവരുത്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മളത് വെയർ ചെയ്യാനായിട്ട് റെഡിയാണ്. അല്ലെങ്കിൽ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആണെന്നുള്ളത് കസ്റ്റമറിന് ഒരു ഐഡിയ കിട്ടണം. പിന്നെ കാര്യങ്ങൾ പ്രൊഫഷണലി ഡീല് ചെയ്യുക. പിന്നെ മാക്സിമം ഫിനിഷിങ് നമ്മൾ അയൺ ചെയ്യുക, ലോക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് ഹെം ചെയ്യണതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്ത് അങ്ങനെ വളരെ നീറ്റായിട്ട് നമ്മൾ നമ്മുടെ വർക്ക് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ചാർജിൽ അത് അവർക്കൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യില്ല. മറ്റുള്ളവർക്ക് ഇവിടെ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിക്കും വിധമായിരിക്കരുത് നമ്മുടെ വർക്ക്. അതാണ് ഇതിന് മുന്നേയായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തു പോകുന്ന എല്ലാ ഗാർമെൻറ്റ്സും ഞാൻ സ്റ്റിച്ച് ചെയ്യണതല്ല. ഒരു 60-70% സംഗതികൾ ഞാൻ ചെയ്യാറുണ്ട്. അതല്ലാത്തത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു ചാർജ് വീഡിയോ, സ്റ്റിച്ചിങ് ചാർജ് വീഡിയോ എന്നുള്ളത് ആയതുകൊണ്ട് അതിൽ കൂടുതൽ നമ്പർ ഓഫ് ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ഐറ്റംസ് ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാനത് ചെയ്തിരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ സങ്കടകരമായ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കമൻറ്റ്സ് ഇനി ഉണ്ടാവില്ല എന്നല്ല, ആ കമൻറ്റ്സിനുള്ളൊരു ആൻസർ എന്നുള്ള രീതിക്കാണ് ഞാൻ ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊതുവെയുള്ളൊരു മനോഭാവമാണ് നിങ്ങൾ വീട്ടിലിരുന്നിട്ടല്ലേ അത് ചെയ്യണേ, അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര ചാർജ് ആഡ് ചെയ്യണത് എന്നുള്ളത്. ആ ചാർജ് അല്ല നമ്മളിവിടെ പറയണത്, ഒരു ബുട്ടിക്കിൽ മേടിക്കുന്ന ചാർജ് അല്ല. പക്ഷെ നമ്മൾ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ നമ്മുടെ വർക്ക് നമ്മൾ വളരെ നീറ്റായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ബേസിക് ചാർജാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ബേസിക് ചാർജാണ് മെൻഷൻ ചെയ്യുന്നത്. അതിൽ ആഡ് ഓണിനനുസരിച്ച്, മോഡലിനനുസരിച്ച്, അഡീഷണൽ വർക്കിനനുസരിച്ച് നിങ്ങൾ ചാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി വാങ്ങിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാവരും വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർജസിലോട്ട് പോകാം.